ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മള് ബിഗിനേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി ഒരു ക്ലാസ് തുടങ്ങി. അതിന്റെ 16ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് ഓരോ ക്ലാസ്സിലായിട്ട് എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സർവനാമം എന്താ പഠിഞ്ഞത്? നമ്മള് പേരിന് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമം. സർവനാമത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്ന സർവനാമങ്ങള്, അതിന്റെ പേര് അതിന്റെ വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും അത് വെച്ചിട്ട് ചെറിയ ചെറിയ ഉദാഹരണങ്ങളും അതാ ഓരോ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സിംഗിൾ പ്രൊനൗൺ, ഒരാളെ കുറിച്ച് പറയുമ്പോഴുള്ളത്. ഓക്കെ, ഇപ്പൊ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇസ്ക, ഉസ്ക. ഇസ്ക, ഉസ്ക. ഇസ്ക ഉള്ളതിന്റെ അർത്ഥം നോക്കിയാട്ടെ. ഇവന്റെ, ഇവളുടെ, ഇതിന്റെ. ഉസ്ക അവന്റെ, അവളുടെ, അതിന്റെ. ഇതിൽ നമുക്ക് ആദ്യം ഇസ്ക, ഇവന്റെ, ഇവളുടെ, ഇതിന്റെ ഇത് എടുക്കാം. ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഇസ്ക ഉള്ളതിന് ഉദാഹരണങ്ങൾ അത് വെച്ചിട്ട് പഠിക്കാം. ഇസ്ക നമ്മൾ എന്താ പഠിച്ചത്? ഇവന്റെ, നോക്കട്ടെ അർത്ഥം. ഇവന്റെ, ഇവളുടെ, ഇതിന്റെ അല്ലേ? നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഇതിന്റെ പേര് എന്താണ്? നമുക്ക് എങ്ങനെ ചോദിക്കാം? ഇസ്ക നാം ക്യാ ഹേ? ഇസ്ക നാം ക്യാ ഹേ? ഇതിന്റെ പേര് എന്താണ്? നമ്മളൊരു സാധനം അറിയില്ലെങ്കിൽ കടയിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കില്ല ഇതിന്റെ പേരെന്താണ്, അതിന്റെ പേര് അറിയത്തില്ല, അപ്പൊ നമ്മൾ ചോദിക്കൂലേ ഉള്ളൂ ഇതിന്റെ പേര് എന്താണ് ചോദിക്കൂലേ? എങ്ങനെ ചോദിക്കാം? ഇസ്ക നാം ക്യാ ഹേ? ഇതിന്റെ പേര് എന്താണ്? ഇസ്ക എന്താ? ഇതിന്റെ. ഇവന്റെ അച്ഛൻ അധ്യാപകനാണ്. നമുക്ക് എങ്ങനെ പറയാം? ഇസ്കെ പിതാ അധ്യാപക് ഹേ. इसके पिता അധ്യാപക് ഹേ. എന്താ? ഇവന്റെ അച്ഛൻ അധ്യാപകനാണ്. ഇവന്റെ അച്ഛൻ അധ്യാപകനാണ്. ഇസ്കെ പിത അധ്യാപക് ഹേ. ഇവന്റെ അച്ഛൻ അധ്യാപകനാണ്. അതുപോലെ നോക്കേ, ഇസ്ക ഗർ. ഇവളുടെ വീട്. ഇസ്ക ഗർ. ഇവളുടെ വീട്. ഓക്കെ, അതുപോലെ നമുക്ക് ഇങ്ങനെ പറയാം. ഇവളുടെ പേന എന്ന് പറയാം. ഇസ്ക കലം. ഇവളുടെ പേന. ക്ലിയർ ആവുന്നുണ്ടോ? സിംഗുലർ പ്രോണൗൺ കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്നിച്ചൊരു വീഡിയോ ചെയ്യാം. ഓരോന്നിനും ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് അതിന്റെ അർത്ഥങ്ങളും വെച്ചിട്ട്. അപ്പൊ ഒന്നും കൂടിയും നിങ്ങൾക്ക് ക്ലിയർ ആവും, ഒരു പ്രാക്ടീസ് പോലെ. ഓക്കെ, ഏതാ നമ്മൾ പഠിക്കുന്നത്? ഇസ്ക. എന്താ അർത്ഥം പഠിച്ചേ? ഇവന്റെ, ഇവളുടെ, ഇതിന്റെ. ഇസ്ക നാം ക്യാ ഹേ? ഇതിന്റെ പേര് എന്താണ്? ഇസ്കെ പിതാ അധ്യാപക് ഹേ. ഇവന്റെ അച്ഛൻ അധ്യാപകനാണ്. നമ്മൾ ഇവിടെ ഒരു പേരിന് പകരമാണ് ഉപയോഗിക്കുന്നത്. ഇവന്റെ, ഇവളുടെ, ഇതിന്റെ എന്നൊക്കെ സർവനാമം പേരിന് പകരം ഉപയോഗിക്കുന്ന. അപ്പൊ നമ്മൾ ഈ ഇസ്ക, ഇസ്കെ, അതുപോലെ ഇസ്ക എന്താ? ഇവന്റെ, ഇവളുടെ എന്നല്ല, നമ്മൾ എന്താ പേരിന് പകരാണ് ഇവിടെ ഇസ്ക അല്ലെങ്കിൽ ഉസ്ക, മേര, തേര ഒക്കെ പഠിച്ചിട്ട് അതൊക്കെ നമ്മൾ എന്താ ആ പേരിന് പകരം പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇസ്ക ഗർ. ഇവളുടെ വീട്. ഇസ്ക കലം. ഇവളുടെ പേന. അതുപോലെ അടുത്ത് നോക്കിയാട്ടെ, ഉസ്ക. ഉസ്ക നമ്മൾ എന്താ പഠിച്ചേ? അവന്റെ, അവളുടെ,
അല്ലേ? അതിന്റെ അർത്ഥം ഓർക്കുന്നുണ്ടോ? നേരത്തെ പഠിച്ചത് ഉസ്ക, അവന്റെ, അവളുടെ, അതിന്റെ. നമുക്ക് അത് വെച്ചിട്ട് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഉസ്ക നാം ക്യാ ഹേ? നമ്മൾ ചോദിക്കില്ല, അറിയാത്ത ഒരാളെ കണ്ടാൽ നമ്മളെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിലൊരാൾ പോകുന്നു. അപ്പൊ നമ്മൾ അവനെ കണ്ടിട്ടൊന്നുമില്ല, ഒരു പരിചയമില്ല, പക്ഷെ നമ്മൾ എന്നാലും ചോദിക്കും അവനോട്. നമ്മളെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും അവൻ അതിലേ പോകും, അവന്റെ പേരെന്താ? അപ്പൊ അവിടെ നമ്മള് അവന്റെ യൂസ് ചെയ്തില്ലേ? അപ്പൊ എങ്ങനെ ചോദിക്കാം? ഉസ്ക നാം ക്യാ ഹേ? നമ്മൾ ചോദിക്കാം ഉസ്ക നാം ക്യാ ഹേ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലെ ഒരാൾ പോകും, അപ്പൊ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മള് അവരോട് ചോദിക്കും, അയാളോടല്ല, നമ്മളിങ്ങനെ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അറിയാത്ത ഒരാൾ അതിലേ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കും, അവന്റെ പേരെന്താ? അപ്പൊ എങ്ങനെ ചോദിക്കാം? ഉസ്ക നാം ക്യാ ഹേ? അവന്റെ പേര് എന്താണ്? ഉസ്ക നാം ക്യാ ഹേ? അവന്റെ പേര് എന്താണ്? ഉസ്കി കലം അച്ചാ ഹേ? അവളുടെ പേന നല്ലതുണ്ട്, അല്ലെങ്കിൽ നല്ലതാണ്. അവള് നല്ല പേന കൊണ്ട് എഴുതുന്നു. അപ്പൊ നമ്മൾ പറയും, അവളുടെ പേന നല്ലതുണ്ട് കാണാൻ, അല്ലെങ്കിൽ അവളെ പേന നല്ലതുണ്ട്, നല്ലതാണ്. എങ്ങനെ പറയാം? ഉസ്കി കലം അച്ചാ ഹേ? അവളുടെ പേന നല്ലതാണ്, അല്ലെങ്കിൽ നല്ലതുണ്ട്. അവളുടെ പേന നല്ലതുണ്ട്, കാണാൻ നല്ലതുണ്ട് എന്നിലും പറയാം, അല്ലെങ്കിൽ നല്ലതാണെന്നും പറയാം. ഓക്കെ, സ്ത്രീലിംഗ പുല്ലിംഗം ഉണ്ട്, ഈ അതുപോലെ ആ ശബ്ദം, അത് വേറൊരു ക്ലാസ്സിൽ എടുത്തു തരാം. ഇപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി. ഉസ്കി കലം അച്ചാ ഹേ? അവളുടെ പേന നല്ലതുണ്ട്. അവിടെ എന്ത് വന്നു? അവളുടെ. നമ്മൾ പേരിന് പകരം അവളെന്ന് യൂസ് ചെയ്തു. ഉസ്ക രംഗ് എന്താ? നമ്മൾ പറയും എന്താ കണ്ട, അതിന്റെ നിറം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഉസ്ക രംഗ്. രംഗ് എന്താ? നിറം. എന്താ പറയാ? സോറി, അതിന്റെ നിറം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ വേറെ ക്ലാസ്സിലോ സിംഗുലർ പ്രോനൗൺ ഒരാളെ കുറിച്ച് പറയുന്നത് എല്ലാം ഒന്നിച്ച് അർത്ഥവും അതുപോലെ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഉസ്ക രംഗ്, അതിന്റെ നിറം, അല്ലെങ്കിൽ അതിന്റെ പേര് പറയൂന്ന് നമ്മൾ ചോദിക്കാം. എങ്ങനെയാ? ഉസ്ക, അവിടെ അതിന്റെ വന്നു. ഉസ്ക നാം ബത്താവോ? ഉസ്ക നാം ബത്താവോ? എന്താ? അതിന്റെ പേര് പറയൂ, അല്ലെങ്കിൽ അതിന്റെ പേര് പറയൂന്നും ചോദിക്കാം. അതിന്റെ പേര് പറയൂ. ഓക്കെ ആണല്ലോ? എന്താ? ഉസ്ക അവന്റെ, അവളുടെ, അതിന്റെ. ഉസ്ക നാം ക്യാ ഹേ? അവന്റെ പേര് എന്താണ്? ഉസ്കി കലം അച്ചാ ഹേ? അവളുടെ പേന നല്ലതുണ്ട്. ഉസ്ക രംഗ്, അതിന്റെ നിറം. ഉസ്ക നാം ബത്താവോ? അതിന്റെ പേര് പറയൂ. ഓക്കെ, ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത വാക്ക് പഠിക്കാം. ബൈ.